ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പീക്കറിൻ്റെ ഒരു 10,000 mAh ഒരു മെറ്റാലിക് ബിൽഡായിട്ടുള്ള ഒരു സ്ലിം പവർ ബാങ്കാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ ബോക്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ബ്ലൂ കളറാണ്, ഇത് ബ്ലൂവിലും ബ്ലാക്കിലും അവൈലബിൾ ആണ്. ഫുൾ മെറ്റാലിക് ബിൽഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് ആർപാക്ക് എന്നതിൻ്റെ പേര് വരുന്നത് 22.5 വാട്ടിൻ്റെ മാക്സിമം ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. നിങ്ങൾക്ക് മെയിൻലി റെക്കമെൻഡ് ഫോർ പിക്സൽ, സാംസങ് അല്ലെങ്കിൽ നത്തിങ് PD ചാർജിങ് സപ്പോർട്ടുള്ള ഡിവൈസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ നമുക്ക് ഇത് നേരിട്ട് ഉപയോഗിക്കാം. 15 സേഫ്റ്റി ക്രൈറ്റീരിയ ഒക്കെ വരുന്ന യൂണിവേഴ്സൽ കമ്പാറ്റബിലിറ്റിയും അതുപോലെ തന്നെ പ്രീമിയം ബാറ്ററി സെല്ലൊക്കെ വരുന്ന മോഡലാണ്. സ്പീക്കറിനെ കുറിച്ച് അറിയാവർക്കാണെങ്കിൽ പറഞ്ഞുതരാം. സ്പീക്കർ ഒരു സൗത്ത് കൊറിയൻ ബ്രാൻഡാണ്. അതുപോലെ തന്നെ നമ്മൾ റിങ്കെ എന്നൊക്കെ പറയുന്ന പോലെ അവരൊക്കെ സൗത്ത് കൊറിയൻ ബ്രാൻഡാണ്. റിങ്കയുടെ ഇപ്പോൾ ചാർജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ മെയ്ഡ് ഇൻ സൗത്ത് കൊറിയ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഞാൻ റിങ്കയുടെ ചാർജർ ഉപയോഗിച്ച് നോക്കിയിരുന്നു, ക്യാൻ ചാർജർ. ഇത് പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഓഫ് ഹീറ്റ് പ്രൊട്ടക്ഷനും 12 മാസം വാറണ്ടി വരുന്നുണ്ട്. എയർ ബൂസ്റ്റ് ടെക്നോളജി വരുന്നുണ്ട്. ഇൻ്റലിജൻറ്റ് പവർ ഡിഫ്യൂഷൻ ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ചൂടും കാര്യങ്ങളൊന്നും അങ്ങനെ ആവില്ല. മെറ്റാലിക് ബിൽഡാണ്. നിങ്ങൾക്ക് ഇത് നേവി കളറാണ്. ഇതിൻ്റെ ബ്ലാക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വലിയ കേബിളും കിട്ടും, അതുപോലെ തന്നെ ഒരു പവർ ബാങ്കും കിട്ടും. അപ്പോൾ ഇതാണ് പവർ ബാങ്ക്. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടു, ഇത്രയേ ഉള്ളൂ സാധനം. സ്ലിമ്മാണ്. 2 ടൈപ്പ് സി പോർട്ടും ഒരു ടൈപ്പ് എ പോർട്ടാണ് നമുക്ക് ഇതിൽ വരിക. പിന്നെ ഇവിടെ ഒരു ബട്ടണുണ്ട്. ഇതിൻ്റെ 20,000 mAh പവർ ബാങ്ക് ഉണ്ട്. സെയിം തന്നെ നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തൊരു പോയി കണ്ടു നോക്കുക. അതാണ് സംഭവം. കണ്ടു, ഇത് അതിൻ്റെ ബ്ലാക്ക് ആണ്. കണ്ടു. അപ്പോൾ ഞാൻ സ്പീക്കറിൻ്റെ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പവർ ബാങ്കാണ്. 3 കൊല്ലം കേസാണ് ഇത്. എന്താ പറയുക, വയർലെസ് ചാർജിങ് ഒക്കെ ഉള്ള സ്പീക്കറിൻ്റെ പവർ ബാങ്കാണ് ഇത്. ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു പ്രശ്നവും. ആകെ ഇത് റബ്ബറൈസ്ഡ് സാധനം ആയതുകൊണ്ട് തന്നെ കുറേ പാടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. അതല്ലാണ്ട് ഇതൊരു പ്രശ്നമില്ലാണ്ട് ഇപ്പോഴും സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ബട്ടൺ എവിടെയാണ് വരിക. ഇത് 10,000 mAh പവർ ബാങ്കാണ് കേട്ടോ. ഒരു പ്രശ്നമില്ല, ഒരു സംഭവമില്ല. ഞാൻ സ്പീക്കറിൻ്റെയും പ്രൊമേറ്റിൻ്റെയും സാംസങ്ങിൻ്റെയും ഒക്കെയാണ് മെയിനായിട്ട് ഉപയോഗിക്കാറ്. ഈ ആംബ്രൈൻ്റെ ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സാധനം എൻ്റെ കുറേ ആംബ്രൈൻഡ് ഉണ്ട്. 3-4 ആംബ്രൈൻഡ് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു ആംബ്രൈൻഡ് ഇരിക്കുന്നുണ്ട്. അതിൽ പകുതി എണ്ണം ഒരു 5-6 ആംബ്രൈൻഡുകളുണ്ട്. അതിൽ 3-4 ഉണ്ട്. 1 year പോലെ ആയിട്ടില്ല, അപ്പോഴേക്കും തന്നെ അടിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അന്നൊരു ഡിവൈസ് അടിച്ചു പോയിട്ടുണ്ട്. ഈ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട്. ഈ ആംബ്രൈനെ കേബിൾമാരെ ചുമ്മാ ചൈനയിൽ നിന്ന് ഇറക്കിയിട്ട് റീബ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോഴാണ് പിന്നെയും ചിലതൊക്കെ ഓരോ ലോക്കൽ ഇന്ത്യൻ ബ്രാൻഡുകളുടെ മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കുന്നത്. ഇത് ഒരു പഴയ ആംബ്രൈനാണ്. ഇതാണ് വർക്ക് ചെയ്യുന്ന ആംബ്രൈൻ. അതാണ് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു ആംബ്രൈൻ്റെ ഒരു 6 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒരു വലിയ തടിച്ചിട്ട് ഒരു പച്ച കളർ സാധനം 20,000 mAh. ആ സാധനം ചത്തു. ഞാൻ അവർക്ക് മെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു റെസ്പോൺസും ഇല്ല. ഞാൻ അത് കാരണം നിർത്തിയെന്ന് വെച്ചാൽ ഇവർക്ക് കുറേ പ്രൊഡക്ട്സ് വരുമാർ ഈ ബോട്ടും അങ്ങനെ കുറേ എണ്ണം ഇത് മറ്റേ സ്ഥിരം പരിപാടി. ഇന്ത്യൻ കമ്പനീസിൻ്റെ ആംബ്രൈൻ ഇന്ത്യൻ കമ്പനിയാണല്ലോ. മറ്റേ സ്ഥിരം പരിപാടിയാണ്. TWS ഉണ്ടല്ലോ അവന്മാർ. ചൈനയിൽ നിന്ന് പോയി ബൾക്കായിട്ട് എടുക്കും, റീബ്രാൻഡ് ചെയ്ത് വിൽക്കും. ഒരു ക്വാളിറ്റിയും 10 പൈസ ക്വാളിറ്റി ഒരു മാങ്ങാത്തോലെ ഉണ്ടാവില്ല. വെറുതെ അവന്മാരെ ബ്രാൻഡ് അടിച്ചു വയ്ക്കും. ഒരു റിസർച്ച് വേണ്ട, ഡെവലപ്മെൻറ്റ് വേണ്ട. അവിടെ നിന്ന് 5,000 രൂപയ്ക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് 1000 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇവിടെ 2,000 രൂപയ്ക്ക് വിൽക്കും. നല്ല ലാഭമാണല്ലോ, ഒരു പണിയും വേണ്ട. അങ്ങനെയൊക്കെയാണ് ഈ ബോട്ടും ഫയർബോൾട്ടൊക്കെ ഇത്രയും വലുതായത്. ബോട്ട് ഇപ്പോൾ ചെറുതായിട്ട് അതുകൊണ്ട് ഇത്രയും വലുതായത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ IP ഒക്കെ കൊണ്ടുവരാൻ പോവാണ്. അത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയതായിട്ട് അവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അത് അവർ തന്നെ നല്ല മാനുഫാക്ചർ ചെയ്യണം, ബാക്കി വേറെ കമ്പനിക്ക് കൊടുത്തിട്ട് ബ്രാൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ലോക്കൽ കുതിര സാധനം ഉപയോഗിക്കാറില്ല. അതും ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങും പിക്സലും ഒക്കെയാണ്, ഫോണുകളാണ്. അപ്പോൾ ഇത്രയും വില കൊടുത്തൊരു ഫോൺ വാങ്ങിക്കുന്നെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ എന്താ പറയുക അക്സസറീസ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ മറക്കണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പണി കിട്ടും. സ്ഥിരമായിട്ട് പണി കിട്ടും. കുറേ പേർക്ക് പണി കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഐഫോണൊക്കെ വാങ്ങിച്ചിട്ട് ഈ ലോക്കൽ 1000 രൂപയുടെ ചാർജറും 1000 രൂപയുടെ പവർ ബാങ്ക് വാങ്ങിക്കുന്നവർക്ക് ഇഷ്ടം പോലെ പണി കിട്ടുന്നുണ്ട്. ഐഫോണിൻ്റെ കാര്യം അറിയാലോ, കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചതിൻ്റെ പകുതി കാശ് കൊടുക്കേണ്ടി വരും. അത് വേറെ കാര്യം. വാറണ്ടിയും കിട്ടില്ല, ഇതിനൊന്നും വാറണ്ടി കിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം ഇങ്ങനത്തെ ഹൈ ബ്രാൻഡ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. എന്താ പറയുക, ഹൈ പ്രൈസ് ഉള്ള ബ്രാൻഡുകളുടെ ഫോണുകൾ സംഭവമൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഇത് അതിൽ വരുന്നൊരു കാറ്റഗറിയിൽ വരുന്നൊരു പവർ ബാങ്കാണ്. അപ്പോൾ ഇത് നമുക്ക് 22.25 ആണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു പിക്സൽ 10 ആണ്. ഇതിൽ നമുക്ക് ഞാൻ PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം കണ്ടും പൊട്ടി വാങ്ങിക്കാം കേട്ടോ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിവോ ഒപ്പോ ഫോണൊക്കെ നമുക്ക് ചെറുതായിട്ട് 30 വാട്ട് വരെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് തരുന്നുണ്ട്, PD സപ്പോർട്ട് തരുന്നുണ്ട്. വേറെ കാര്യം പണ്ടൊന്നും ഉണ്ടാകുന്നില്ല. ഉണ്ടോ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾക്ക് ഇവിടെ വന്നത് കാണാം. ഇത് നമുക്ക് പിക്സലാണ്. പിക്സലിൽ നമുക്ക് മാക്സിമം 32.5 അങ്ങനെ എന്തൊക്കെയാണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളത്. ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യം പറഞ്ഞാലും ഇതിൽ നോർമൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് വരാനാണ് ചാൻസ് ഉള്ളൂ. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 2.0 എന്തായാലും 45 വാട്ടിനാണ് കിട്ടുള്ളൂ.
അതിൽ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് അല്ല, ഫാസ്റ്റ് ചാർജിങ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് 22.5 അല്ലേ ഉള്ളൂ, 25 എങ്കിലും മിനിമം വേണം വരണമെങ്കിൽ. അപ്പോൾ അതിൽ നമുക്ക് നോർമൽ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. ഈ 10,000 mAh കാര്യം നമ്മൾ പറഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ നല്ല ക്വാളിറ്റി പവർ ബാങ്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിൽ ഉപയോഗിക്കാം, ഡെയിലി ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. നമ്മൾ അഡാപ്റ്ററിൽ കുത്തുന്ന പോലെ എപ്പോൾ വേണമെങ്കിൽ ഡെയിലി ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. പണ്ടത്തെ ടെക്നോളജി നല്ല ഇപ്പോഴത്തെ ഇതിലെല്ലാം നമ്മുടെ നോർമൽ അഡാപ്റ്ററിൽ വരുന്ന എല്ലാ എന്താ പറയുക ടെക്നോളജിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബ്രാൻഡഡ് പവർ ബാങ്ക്സുകളൊക്കെ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ബെൽക്കിൻ്റെ ആയിക്കോട്ടെ, ആൻകറിൻ്റെ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. കുറേ പേര് ഞാൻ വീഡിയോ കണ്ടു ഒരു ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി കിട്ടുന്നൊക്കെ, ഒരു പ്രശ്നമില്ല. ആൻകറിൻ്റെ ഒക്കെ പവർ ബാങ്ക് ആണല്ലോ, ബെൽക്കിൻ്റെ പവർ ബാങ്ക് ഡെയിലി നിങ്ങൾ ഉപയോഗിച്ചു ഒരു പ്രശ്നമില്ല, വേണമെങ്കിൽ ഗ്യാരണ്ടി അടിച്ചു തരാം. വെച്ചാൽ അവരുടെ എന്താ പറയുക ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട് കുറേ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി നോർമൽ അഡാപ്റ്റർ ഉണ്ടല്ലോ പവർ ബാങ്ക്, ഒറിജിനൽ അഡാപ്റ്ററിൽ വരുന്ന എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡായിട്ടുള്ള പ്രത്യേകിച്ച് എടുത്ത് പറയണത് അതുകൊണ്ടാണ്, ബ്രാൻഡായിട്ടുള്ള പവർ ബാങ്കിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡെയിലി പവർ ബാങ്ക് നമ്മുടെ ഈ അഡാപ്റ്റർ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. പിന്നെ ഭയങ്കര എപ്പോഴും നിങ്ങളുടെ ഫോൺ 20 വാട്ടിൻ്റെ താഴെ പോകാണ്ട് നോക്കുക. 20 വാട്ടിൻ്റെ താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അഡാപ്റ്റർ ഉപയോഗിച്ച് ചാർജ് ചെയ്തിരിക്കും നല്ലതാണ്. ഞാൻ ചിലപ്പോൾ ഹീറ്റിംഗ് വരാം, ഹീറ്റിംഗ് വരുമ്പോഴാണ് ചിലപ്പോൾ ഈ ബാറ്ററിക്ക് അഫക്റ്റ് ചെയ്യുക, അല്ലാണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും സംഭവമൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഒന്നാമത് 20 വാട്ടിൻ്റെ താഴെ പോയിട്ട് ചാർജ് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററിക്ക് പൊട്ടയാണ്. അപ്പോൾ പിന്നെ ഹീറ്റിംഗ് കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി പൊട്ടയായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്, നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. വൈൻഡ് അപ്പ് ചെയ്താലോ, അടുത്ത് കാണാം, ബൈ.